അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വി ഹൈവ് സച്ചരിത സ്മൃതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. റമദാൻ 14 ഷേറെ മൈസൂർ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ വഫാത്ത് ദിനമാണ്. അദ്ദേഹത്തിന്റെ രോമാഞ്ചജനകമായ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മളിന്ന്. 1750 നവംബർ 20 ഹിജ്റബ്ദം 1163 ദുൽഹിജ്ജ 20 വെള്ളിയാഴ്ചയാണ് നിലവിൽ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായ ദേവനഹള്ളിയിൽ മൈസൂർ ചക്രവർത്തിയായ ഹൈദർ അലിയുടെയും ഭാര്യ ഫാത്തിമ ഫഖ്റുന്നിസയുടെയും മകനായി ബാദ്ഷാ നസീബുദ്ദൗല മീർ ഫത്തഹ് അലി സാഹബ് ബഹാദൂർ ടിപ്പു എന്ന ടിപ്പു സുൽത്താൻ പൂജാതനാവുന്നത്. ചെറുപ്പത്തിൽ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളും ബഹുഭാഷകളും യുദ്ധതന്ത്രങ്ങളും ആയോധന കലകളും അഭ്യസിച്ചാണ് ടിപ്പു വളർന്നത്. 1766 ബ്രിട്ടനെതിരായ സൈനിക നീക്കങ്ങളിൽ പങ്കാളിയാവുമ്പോൾ അദ്ദേഹത്തിന് കേവലം 16 വയസ്സാണ് പ്രായം. 1780 കേണൽ ബൈലിയുടെയും 1782 കേണൽ ബ്രൈത്ത് വൈറ്റിന്റെയും സൈന്യങ്ങളെ ദയനീയമായി പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായി ആ ചെറുപ്പക്കാരൻ മാറി. 1782 ഡിസംബർ 6 പിതാവ് ഹൈദർ അലി മരണപ്പെടുന്നത്. തുടർന്ന് ഡിസംബർ 22 ടിപ്പുവിന്റെ പട്ടാഭിഷേകം നടന്നു. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂരമായ ചിത്രവധത്തിന് വിധേയനായ വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. ക്രൂരനും അപരിഷ്കൃതനും മതവെറിയനുമായി അദ്ദേഹം മുദ്രകുത്തപ്പെട്ടു. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ചരിത്രത്തിന്റെ അപനിർമ്മിതിയുടെയും വക്രീകരണത്തിന്റെയും ഇരയായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ലക്ഷ്യം വെക്കാൻ സവിശേഷമായ കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ടിപ്പു സുൽത്താൻ. ജനറൽ കോൺവാലീസിന്റെയും ലോർഡ് വെല്ലസ്ലിയുടെയും സൈന്യങ്ങൾ ടിപ്പു സുൽത്താന് മുന്നിൽ കിടുകിടാ വിറച്ചു. ബ്രിട്ടനെ തുരത്താൻ ഫ്രഞ്ചുകാരുടെ സഹായം തേടി അദ്ദേഹം. സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാട്ട് പോലും ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം ഇന്ത്യയിലേക്ക് സൈനിക നീക്കം നടത്താനും ടിപ്പുവിന്റെ സൈന്യവുമായി കൈകോർക്കാനും അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി നെപ്പോളിയനെ അതിനെ അനുവദിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ടിപ്പുവിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ജനറൽ ഹാരിസ് നടത്തിയ ഒരു പ്രഖ്യാതമായ പ്രഖ്യാപനം, ടുഡേ ഇന്ത്യ ഈസ് അവേഴ്സ്, ഇന്ന് ഇന്ത്യ നമ്മുടേതായിരിക്കുന്നു. ടിപ്പു സുൽത്താൻ എത്രമേൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശ മോഹങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചിരുന്നു എന്നതിന്റെ വലിയ തെളിവാണ് ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന ജനറൽ ഹാരിസിന്റെ ഈ വാക്കുകൾ. യഥാർത്ഥത്തിൽ ആരായിരുന്നു ടിപ്പു സുൽത്താൻ? കൃഷ്ണനദിയും പശ്ചിമഘട്ടവും അറബിക്കടലും അതിരിട്ട ദക്ഷിണേന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സ്വാധീനം ചെലുത്തിയിരുന്ന വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ, സൽത്തനത്തെ ഹുദാദാദ് എന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു ടിപ്പു സുൽത്താൻ. പുരോഗമന വീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഉദാഹരണത്തിന് യുദ്ധരംഗത്ത് റോക്കറ്റുകൾ ആദ്യമായി ഉപയോഗിച്ചത്, മിസൈൽ സാങ്കേതിക വിദ്യ ആദ്യമായി ഫലപ്രദമായി ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണ്.
ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും രാജ്യത്തിന്റെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അഭിമാന സന്തതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലുമൊക്കെ പലപ്പോഴായി ഇത് അനുസ്മരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ടിപ്പു സുൽത്താനെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് ദ ഹീറോ ഓഫ് വാർഫെയർ റോക്കറ്ററി എന്നാണ്. യുദ്ധക്കളത്തിൽ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ, മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന്റെ പ്രോദ്ഘാടകനായിരുന്നു ടിപ്പു സുൽത്താൻ എന്നർത്ഥം. നാസയുടെ ആസ്ഥാനം സന്ദർശിച്ച അനുഭവം ഇതിന് ഉപോത്ബലകമായി APJ അബ്ദുൽ കലാം എടുത്തു പറയാറുണ്ടായിരുന്നു. നാസയുടെ ആസ്ഥാനത്ത് അബ്ദുൽ കലാം കണ്ട ചിത്രീകരണം റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന ടിപ്പുവിന്റെ പട്ടാളക്കാരെ കുറിച്ചുള്ള ചിത്രീകരണമാണ്. സ്വന്തം രാജ്യത്ത് അവഗണിക്കപ്പെടുന്ന ടിപ്പു ഭൂഗോളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഓർമ്മിക്കപ്പെടുകയും വാർഫെയർ റോക്കറ്ററിയുടെ ഹീറോ ആയി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അഭിമാനത്തോടെ APJ അബ്ദുൽ കലാം പറയാറുണ്ടായിരുന്നു. കേരളത്തിലടക്കം ജാതീയത അപ്രസക്തമാക്കുന്നതിൽ പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ചത് ടിപ്പു സുൽത്താന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിന്റെ മലബാർ അധിനിവേശക്കാലത്താണ് അത്തരം പുരോഗമനപരമായ നീക്കങ്ങൾ ഉണ്ടായത്. അതുപോലെ നികുതി, കാർഷിക പരിഷ്കാരങ്ങൾ അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ജന്മിമാരുടെ അധീശത്വം ഇല്ലാതാക്കാനും കുടിയാന്മാർക്ക് ആശ്വാസമേകാനും അദ്ദേഹം ശ്രമിച്ചു. മലബാറിൽ നിലനിന്നിരുന്ന ബഹുഭർത്തൃത്വം അദ്ദേഹം നിരോധിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീകളുടെ ദുരവസ്ഥ കണ്ടപ്പോൾ അവർക്ക് മാറുമറക്കാനുള്ള കച്ചകൾ കൊടുത്തയക്കുകയും മാറുമറക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ടിപ്പു സുൽത്താൻ എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഭരണാധികാരി. മൈസൂരിൽ തന്റെ തലസ്ഥാന നഗരിയിൽ പട്ട് വ്യവസായം തുടങ്ങിയതും നികുതി പിരിവിന് വ്യവസ്ഥാപിതമായ രൂപമുണ്ടാക്കിയതും പുതിയ കലണ്ടർ ആവിഷ്കരിച്ചതും നാണയ സംവിധാനം ഏർപ്പെടുത്തിയതും ലാൽബാഗ് എന്ന പേരിൽ ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മിച്ചതുമടക്കം പുരോഗമനപരമായ നിരവധി കാര്യങ്ങളാണ് തന്റെ സാമ്രാജ്യത്തിൽ ടിപ്പു സുൽത്താൻ നടപ്പിലാക്കിയത്. സത്യസന്ധമായി ചരിത്രത്തെ സമീപിക്കുമ്പോൾ മതഭ്രാന്തനായ ടിപ്പു സുൽത്താനെയല്ല നമ്മൾ കാണുന്നത്. ഇതര മതങ്ങളോട് സഹിഷ്ണുത കാണിച്ച ഒരു ഭരണാധികാരിയെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അതിന് അദ്ദേഹത്തിന് പ്രേരകമായത് ചിസ്തി, ബന്ദേ നവാസ് ആത്മീയ സരണിയുമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മുൻ തലമുറക്കും ഉണ്ടായിരുന്ന ബന്ധമാവാം ഒരുപക്ഷെ ഇത്തരം വിശാലമായ ഒരു ചിന്താഗതിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ശൃംഗേരി മഠാധിപതിയുടെ അഭ്യർത്ഥന പ്രകാരം മഠം ആക്രമിക്കാൻ വന്ന മറാത്ത സൈന്യത്തെ പ്രതിരോധിച്ചതും മഠത്തെ സംരക്ഷിച്ചതും ടിപ്പു സുൽത്താനായിരുന്നു എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ശൃംഗേരി മഠമടക്കം നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ അമ്പലമടക്കം നിരവധി അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ടിപ്പു സുൽത്താൻ സാമ്പത്തികമായ സഹായം നൽകിയിരുന്നത് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. നിരവധി ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം സ്വത്തുക്കൾ സംഭാവന ചെയ്തു. മൈസൂരിൽ ആദ്യമായി ഒരു ക്രൈസ്തവ ചർച്ച് നിർമ്മിക്കപ്പെടുന്നത് ടിപ്പു സുൽത്താന്റെ അനുവാദപ്രകാരം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങൾക്ക് അഭിമുഖമായി പോലും ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു. അദ്ദേഹം നിർമ്മിച്ച കോട്ടകളിൽ ഇപ്പോഴും ആ പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ടിപ്പു സുൽത്താനെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരിക്കലും ടിപ്പു ബ്രിട്ടീഷുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ മതഭ്രാന്തനായിരുന്നില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഭക്തനായിരുന്ന ടിപ്പു സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലെ മണിനാഥങ്ങൾ മസ്ജിദിലെ പ്രാർത്ഥനകൾക്ക് ശല്യമായി അദ്ദേഹം കരുതിയിരുന്നില്ല എന്ന് യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. മന്ത്രിമാരിലും ഉദ്യോഗസ്ഥരിലും വലിയൊരു വിഭാഗം ഹിന്ദുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ എന്നു പേരുള്ള ഒരു ഹൈന്ദവനായിരുന്നു. മന്ത്രിമാരുടെ കൂട്ടത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒക്കെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. വിശിഷ്യ താഴ്ന്ന ജാതിക്കാരായ ശൂദ്രന്മാർക്ക് പ്രത്യേകമായി
ജോലികളിൽ സംവരണം ഏർപ്പെടുത്തുകയും അവർക്ക് ഉദ്യോഗ സ്ഥാനങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ടിപ്പു സുൽത്താന്റെ യഥാർത്ഥ മുഖം. അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ്. അത് പിന്നീട് ഏറ്റെടുത്തത് മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി സംഘ് പരിവാർ ചരിത്രകാരന്മാരാണ്. എന്നാൽ സത്യസന്ധമായി ചരിത്രത്തെ സമീപിക്കുമ്പോൾ നമുക്ക് കാണുന്നത് പരിഷ്കാരേച്ഛുവായ മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് അദ്ദേഹത്തെ ആദരവോടുകൂടി കണ്ടു. തങ്ങളോട് പോരാട്ടം നടത്തി വീരമൃത്യു വരിച്ച ആ ഭരണാധികാരിയെ അവർ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് അവർ നോക്കിക്കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനം ബ്രിട്ടീഷ് അത്യാഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് 5 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഏറ്റവും വില കൂടിയ വണ്ടികളിലൊന്നായ ഗോസ്റ്റിന്റെ ലിമിറ്റഡ് എഡിഷൻ മോഡൽ പുറത്തിറക്കിയത് ടിപ്പുവിനോടുള്ള ആദരം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ധീരതയെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ അവരുടെ ഈ ആഡംബര വാഹനം പുറത്തിറക്കിയത്. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. 1799 മെയ് 4-ാം തീയതി റമദാൻ മാസം 14-ാമത്തെ ദിവസമാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തിന് കേവലം 49 വയസ്സു മാത്രമായിരുന്നു പ്രായം. 16 വർഷം മാത്രം ഭരണം നടത്തിയ ടിപ്പുവിന്റെ ഓർമ്മകൾ പലരെയും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ടിപ്പുവിന് ചരിത്രത്തിലുള്ള പ്രാധാന്യവും അദ്ദേഹത്തിന്റെ പ്രസക്തിയും. ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം ഹൈദരാബാദിലെ നൈസാമിന്റെ സൈന്യം, മറാത്ത സൈന്യം, കേരളത്തിലെ തിരുവിതാംകൂർ രാജാവിന്റെ പട്ടാളം അടക്കമുള്ള ഒരു കൂട്ടുകെട്ടാണ് ടിപ്പുവിന്റെ മുന്നേറ്റത്തിൽ ഭയചകിതരായ അസൂയാലുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടുകെട്ടാണ് ശ്രീരംഗപട്ടണം വളഞ്ഞ് ടിപ്പുവിനെ ആക്രമിക്കുകയും ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തത്. കോട്ടയുടെ പിൻഭാഗത്തുള്ള രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ഭീരുവിനെ പോലെ ഒളിച്ചോടാൻ ടിപ്പു സുൽത്താൻ തയ്യാറായില്ല. 100 വർഷം കുറുക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 2 ദിവസം കടുവയെപ്പോലെ ജീവിക്കുന്നതാണ് എന്നു പ്രഖ്യാപിച്ച ടിപ്പു സുൽത്താൻ ധീരമായി ശത്രുക്കളെ നേരിടുകയും അവസാന നിമിഷം പോലും വളരെ ധീരമായി പോരാടി നിൽക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ നമ്മൾ കാണുന്നത്. കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധത വെച്ചു പുലർത്തുകയും ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തു നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ടിപ്പു ബ്രിട്ടീഷുകാരോട് നേരിട്ട് പോരാട്ടം നടത്തി വീരചരമം പ്രാപിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ഭരണാധികാരിയാണ് എന്നതാണ് ടിപ്പുവിനെ മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഇങ്ങനെ രോമാഞ്ചജനകമായ ഒരു ചരിത്രം ബാക്കി വെച്ചുകൊണ്ടാണ് മൈസൂർ വ്യാഘ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ വിട പറയുന്നത്. മൈസൂരിലെ കാവേരി നദീതീരത്ത് ശ്രീരംഗപട്ടണത്ത് ലാൽബാഗ് തോട്ടത്തിൽ താൻ തന്നെ നിർമ്മിച്ച അഴ്ല മസ്ജിദിന്റെ ചാരത്ത് പ്രൗഢമായ മക്കാമിൽ തന്റെ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ പാരത്രിക പദവികൾ അല്ലാഹു ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.